അറസ്റ്റിലായ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ കണ്ണൂർ വളപട്ടണം പോലീസ് സ്റ്റേഷനിലെത്തി കെ സുധാകരൻ എം പി മോചിപ്പിച്ചു. പോലീസ് സ്റ്റേഷനിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഉപരോധിച്ചു. കലിക്കോടൻ നാഗേഷൻ എങ്ങനെ കുത്തിപ്പിടിച്ച് അടിച്ചിതാക്കാൻ ഞാനവിടെ ഉടുപ്പ് അയച്ചു വെക്കാൻ പറ്റുന്ന സമയം വേണ്ട. മനസ്സിലായി എനിക്ക് രാഷ്ട്രീയം ഉണ്ടെങ്കിൽ നിന്റെ വീട്ടിൽ രാഷ്ട്രീയം ഇവിടെയല്ല. വിവരങ്ങളുമായി വിനീത കണ്ണൂരിൽ നിന്ന്. വിനീത, സുധാകരൻ വളപട്ടണം പോലീസ് സ്റ്റേഷനിലെത്തി പോലീസുകാരനെ ഭീഷണിപ്പെടുത്തുന്നതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തിനാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്? സ്മൃതി, രാവിലെ മണൽ മാഫിയയുമായി ബന്ധപ്പെട്ട അനധികൃതമായി മണൽ കടത്തുന്നതുമായി ബന്ധപ്പെട്ട രണ്ടുപേരെ നാറാത്ത് സ്വദേശികളായ രണ്ടുപേരെ വളപട്ടണം പോലീസ് സ്റ്റേഷനിൽ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നിരുന്നു. ഇവർ വളപട്ടണം SI രാജൻ TP രാജനെ ആക്രമിക്കാൻ ശ്രമിക്കുകയും ചെയ്തു എന്ന് പരാതിപ്പെട്ടതിനെ തുടർന്നാണ് ഇവരെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നത്. എന്നാൽ ഇക്കാര്യം ചോദിക്കാൻ വന്ന ഇക്കാര്യത്തെക്കുറിച്ച് അന്വേഷിക്കാൻ വന്ന കണ്ണൂർ യൂത്ത് കോൺഗ്രസ് കണ്ണൂർ ബ്ലോക്ക് പ്രസിഡന്റ് കലിക്കോടൻ രാകേഷിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. SIക്ക് നേരെ സത്യാവർഷം നടത്തുകയും SIയെ ഭീഷണിപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്തു എന്ന കുറ്റത്തിലാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. എന്നാൽ അല്പസമയത്തിനകം തന്നെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പോലീസ് സ്റ്റേഷന് മുൻപിലെത്തി പ്രതിഷേധ പ്രകടനം ആരംഭിച്ചു. പോലീസ് സ്റ്റേഷൻ ഉപരോധിക്കുകയും ചെയ്തു. ഈ സമയത്താണ് കെ സുധാകരൻ MP പോലീസ് സ്റ്റേഷനിലെത്തിയത്. കെ സുധാകരൻ MP പോലീസ് സ്റ്റേഷനിലെത്തിയ ഉടൻ തന്നെ അദ്ദേഹം രോഷാകുലനായി നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ SIയെ ഭീഷണിപ്പെടുത്തുന്ന തരത്തിൽ പെരുമാറുകയും അദ്ദേഹത്തെ സഭ്യവർഷം നടത്തുകയും ചെയ്തു. സുരേഷ് ഗോപി സ്റ്റൈലിലാണോ നീ ആളുകളെ പിടിച്ചു വയ്ക്കുന്നത്, സ്ഥലം മാറ്റുന്നതടക്കമുള്ള കാര്യങ്ങൾ നിനക്ക് നേരിടേണ്ടി വരും. ഒപ്പം തന്നെ രാഷ്ട്രീയമായി പോലീസ് യൂണിഫോമിൽ ഉപയോഗിക്കുന്നത് തുടങ്ങിയ രീതിയിലുള്ള ഭീഷണി തന്നെ കെ സുധാകരൻ നടത്തിയതിനു ശേഷം വ്യക്തമാണ്. വിനീതയാണ് കണ്ണൂരിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. അറസ്റ്റിലായ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ കണ്ണൂർ വളപട്ടണം പോലീസ് സ്റ്റേഷനിലെത്തി കെ സുധാകരൻ MP മോചിപ്പിച്ചിരിക്കുന്നു. SIയെ ഭീഷണിപ്പെടുത്തിയാണ് പ്രവർത്തകരെ മോചിപ്പിച്ചിരിക്കുന്നത്.